ഹലോ ഫ്രണ്ട്സ്, അപ്പം ന്യൂ ഇയർ ഒക്കെ അല്ലേ. അപ്പോൾ ഈവനിങ് ഒന്ന് ജസ്റ്റ് കറങ്ങി ഔട്ടിങ്ങൊക്കെ പോയിട്ട് വരാമെന്ന് കരുതി ഞങ്ങൾ ലുലുവിൽ വന്നേക്കുവാണ് കേട്ടോ. കൊട്ടിയത്തുള്ള ലുലുവിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. നമ്മളങ്ങോട്ട് കയറി ചെല്ലുന്ന എൻട്രൻസ് അവിടെ തന്നെ ഫ്രണ്ടിൽ തന്നെ കുറേ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുമ്പോൾ അവിടെ ന്യൂ ഇയറിൻ്റെ കുറേ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. അല്ലാതെ നമ്മൾ കൊട്ടിയത്ത് ഇതുവരെ ലുലു വന്നിട്ട് നമ്മളിവിടെ വന്നിട്ടില്ല. അതുകൊണ്ട് അല്ലാതെ പർച്ചേസ് ഒന്നും ഇല്ല കേട്ടോ. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോകാൻ പറ്റും. നമ്മൾ പിന്നെ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല, ജസ്റ്റ് എല്ലാം പോയി ഒന്ന് കണ്ട് കുറേ ചോക്ലേറ്റ്സും കാര്യങ്ങളും ടെഡി ബിയർ അങ്ങനെ കുറേ കാര്യങ്ങൾ. ഇവിടെ പിന്നെ കൂടുതൽ ഫാമിലീസും വന്നേക്കുന്ന നാളെ ന്യൂ ഇയർ ഒക്കെ അല്ലേ, അതിൻ്റെതായിട്ടുള്ള പർച്ചേസും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളവിടെ വന്നിട്ട് വെറും കൈയോടെ പോകുന്നത് എങ്ങനെയാണ്, അതുകൊണ്ട് നമ്മൾ 2 ബോട്ടിൽസും കുറച്ച് പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു കേട്ടോ. അങ്ങനെ എല്ലാം ഒന്ന് ചുറ്റി മൊത്തത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ KFC കയറിയിട്ട് KFC ഓർഡർ ചെയ്തു. നമ്മൾ 499 ഓഫറിലുള്ള KFC 5 ലെഗ് പീസൊക്കെ വരുന്ന ഒരെണ്ണം ഓർഡർ ചെയ്ത് ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഗൈസ്. ഞാനിങ്ങനെ അങ്ങനെ നമ്മുടെ ഓർഡർ നമ്പർ അനുസരിച്ച് വിളിച്ച് നമ്മുടെ KFC കൈ കിട്ടിയിട്ടുണ്ട്. ആ ലെഗ് പീസ് 5 എണ്ണമാണ് കേട്ടോ. അത്യാവശ്യം നല്ല വലിപ്പമൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ മയോണീസ്, പിന്നെ എന്തോ ഒരു സൈസ് കച്ചപ്പ് പോലത്തതും അതെല്ലാം കൂടെ നമ്മൾക്ക് തന്നിട്ടുണ്ട്. അതെല്ലാം കഴിച്ച് നമ്മൾ അവിടുന്ന് ലുലുവിൽ നിന്ന് നമ്മൾ ഇറങ്ങി. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വണ്ടിയിൽ ജസ്റ്റ് ഒന്ന് റൈഡൊക്കെ നടത്തിയിട്ട് പകുതിക്ക് വെച്ച് നമുക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ തോന്നി. അങ്ങനെ നമ്മളൊരു കുഞ്ഞ് കടയിൽ കയറി നറുനീണ്ടി വെള്ളം കിട്ടും കേട്ടോ. അത്യാവശ്യം വലിയ ഗ്ലാസ്സിൽ തന്നെ ആയിരുന്നു കേട്ടോ. അത് കുടിച്ചിട്ട് തന്നെ വയറ് നിറയുമായിരുന്നു. കുടിച്ച് തീർക്കാൻ പറ്റുന്നില്ലായിരുന്നു, അത്രയ്ക്കുണ്ടായിരുന്നു ക്വാണ്ടിറ്റി. പിന്നെ അതെല്ലാം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ നേരെ കൊല്ലം ബീച്ചിൽ ചെന്നു. എൻ്റെ പൊന്നോ, അവിടെ ചെന്നപ്പോൾ എന്തോരം ആൾക്കാരാണ് ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് അവിടെ വന്നേക്കുന്നതെന്ന് അറിയാമോ. നമ്മൾ അവിടെ എല്ലാം കണ്ട് ആസ്വദിച്ച് വന്നപ്പോഴാണ് നമ്മുടെ ബട്ടർ തുൽക്കണ്ട് വീണ്ടും വന്നത് കണ്ടത് കേട്ടോ. ഞാൻ ഒരു വട്ടം ഇതിന് വേണ്ടിയിട്ട് മാത്രം വന്ന് നമുക്കിത് കിട്ടാതെ പോയതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം നമുക്കത് കിട്ടി. അപ്പം തന്നെ കണ്ട് ഓർഡറും കൊടുത്ത് ഇതിനകത്ത് ആ പഴവും ഐസ്ക്രീമും ദുൽഖണ്ടും പിന്നെ കുറേ സാധനങ്ങളൊക്കെ ഇട്ടു. അതെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ തരുന്നത്. എന്നിട്ട് നമ്മളാണ് ഇത് മിക്സ് ചെയ്യേണ്ടത്. നമ്മൾ എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുന്നത് കേട്ടോ. ആ പഴവും ഐസ്ക്രീമും എല്ലാം ആ ദുൽഖണ്ടും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടച്ചെടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നാണ് അവർ പറഞ്ഞത്. അതനുസരിച്ചാണ് ഞാൻ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ലതായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ പൊന്നോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാത്തിൻ്റെയും കൂടെ ആ മിക്സിങ് കഴിക്കുമ്പോൾ നല്ല എന്തൊരു ടേസ്റ്റാണെന്നറിയാമോ. ആരെങ്കിലും ഇത് കൊല്ലം ബീച്ചിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇത് കാണുമെന്ന് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. പക്ഷേ ഒരുപാട് കഴിച്ച് നമുക്ക് ഭയങ്കര മത്ത് പിടിക്കും. പക്ഷേ ഒരു എണ്ണമൊക്കെ വാങ്ങിച്ച് 2 പേര് ഷെയർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. പിന്നെ നമ്മളത് കഴിഞ്ഞ് അവിടെ എല്ലാം ഒന്ന് ഇരുന്ന് കുറേ ആൾക്കാരെയൊക്കെ കണ്ട് കുറച്ച് നേരം കപ്പലിൻ്റെയൊക്കെ കുറിച്ച് അങ്ങനെ കുറേ നേരമൊക്കെ അവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്ന് കരുതി. കാരണം ടൈം കൂടുന്തോറും അവിടെ റഷും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് പിന്നെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് അങ്ങനെ നമ്മൾ പോകാനായിട്ട് ഇറങ്ങി. അവിടെ ന്യൂ ഇയർ ആയിട്ട് ഒരുപാട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്ന നല്ല അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് വന്നു. ഇപ്പോൾ 12 മണി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ 2025 നല്ലൊരു വർഷമായിട്ട് മാറട്ടെ. അത് വേണ്ടിയിട്ട് ഞങ്ങളും പ്രാർത്ഥിക്കാം, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ടും പ്രാർത്ഥിക്കണം. അത് നമ്മുടെ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വേണം. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്ന വരെ ബൈ. ഒരിക്കൽ കൂടെ ഹാപ്പി ന്യൂ ഇയർ.